സാധനാതലത്തിൽ മാനസികമായ സാധനയാണ് ധ്യാനം. കലാഭ്യസനം എല്ലാം ഇതിനകത്ത് വരും. അപ്പോൾ സബ് കോൺഷ്യസിനെ എത്രമാത്രം പുറത്തേക്ക് എടുക്കുന്നു, ഉപബോധ മനസ്സിനെ, അബോധ മനസ്സിനെ എത്രമാത്രം പുറത്തേക്ക് എടുക്കാൻ ഒക്കുന്നു, അത്രമാത്രം നമ്മുടെ സാധ്യതകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. വളരണം, ഈ ജന്മത്തിൽ സൂപ്പർ കോൺഷ്യസ്നെസ്സിലേക്ക് എത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് ജപിച്ചിങ്ങനെ കംഫർട്ട് സോണിലൂടെ പോകാം. അപ്പോൾ നമ്മൾക്ക് ബോധാതീതത്വത്തിലേക്ക് അല്ലെങ്കിൽ ഉയർന്ന ബോധത്തിലേക്ക്, ഇനി അത് വേണ്ട, പ്രാതിഭാസിക തലത്തിൽ വലിയൊരു ജീനിയസായി ജീവിക്കണമെങ്കിലും ഈ ദുരിതങ്ങളെ നമ്മൾ നേരിട്ടേ വെക്കൂ. ശ്രീ മംഗളം സഞ്ജയൻ സർ, നമസ്കാരം. നമസ്തേ. ABC മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. മുമ്പ് ഒരിക്കൽ നമ്മൾ ഒരു ഡിസ്കഷനിൽ പറഞ്ഞിരുന്നു, ജപങ്ങൾ എന്നൊരു സബ്ജക്റ്റ് വന്നിരുന്നു. അപ്പോൾ ഒരുപാട് പേര് അതിനെപ്പറ്റി ഒരു സംശയം അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറഞ്ഞു, ജപിക്കുന്നവരെ ഭയപ്പെടുത്തുവാണോ എന്ന്. ഇത് ശരിക്കും ജപങ്ങൾ കഴിയുമ്പോൾ നമുക്കൊരു കർമ്മ ക്ലെൻസിങ് പോലെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് സാർ അന്ന് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ഒന്നുകൂടെ ഒന്ന് ക്ലാരിറ്റി വരുത്താനുണ്ട്. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ജപത്തിൻ്റെ കാര്യം പറയാം. ഇതെല്ലാം നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളറകളെ പുറത്തേക്ക് എടുക്കാനുള്ള പ്രക്രിയകളാണ്. അതെ. സാധനകളുടെ ജ്ഞാനയോഗ്യത സമ്പാദനാർത്ഥം സാധനയാണ്. ജ്ഞാനയോഗ്യത നേടുന്നതിന് വേണ്ടിയാണ് സാധനകൾ. എന്ന് വെച്ചാൽ സാധനയുടെ കുറച്ചും കൂടെ സൂക്ഷ്മതയിൽ പറഞ്ഞാൽ, നമ്മൾക്ക് ധാരാളം ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അക്കാലത്തെ എല്ലാം ചിന്തകളും വാസനകളും സംസ്കാരങ്ങളും എല്ലാം അടിഞ്ഞുകൂടിയ ഒരു മനസ്സുണ്ട്. ഈ ജന്മത്തിൽ ഇതുവരെയുള്ളതെല്ലാം തന്നെ അവിടെ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അപ്പം ഇതുവരെയുള്ള ഈ ജന്മത്തിലെ മുജ്ജന്മത്തിലെ എല്ലാം ഭാണ്ഡങ്ങളായിട്ട് ഈ മുജ്ജന്മ ഭാണ്ഡങ്ങളും ചുമ്മിക്കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. ഇതിനെ എത്രയും വേഗം എത്ര കൂടുതൽ ഭംഗിയായിട്ട് പുറത്തേക്ക് എടുക്കുന്നു, അത്രമാത്രം നമ്മുടെ സാധ്യതകൾ പുറത്തേക്ക് വരും. നമ്മുടെ ശരീരത്തിൻ്റെ സാധ്യതകൾ, നമ്മുടെ മനസ്സിൻ്റെ സാധ്യതകൾ, നമ്മുടെ ബുദ്ധിയുടെ സാധ്യതകൾ, ഇങ്ങനെ ഇവയെല്ലാം പുറത്തേക്ക് വരും. അതിന് അന്ധകരണ ശുദ്ധി എന്ന് പറയും. ഇതെല്ലാം ഒരു കലവറയാണ്. ഇതെല്ലാം തുറന്ന് നോക്കിയെടുക്കലാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് ജപത്തിന് നമ്മളൊരിക്കലും അത് പറഞ്ഞു എന്ന് തോന്നുന്നു. ജപം വാചികമായ സാധനയാണ്, കായികമായ സാധനയാണ് യോഗ, മാനസികമായ സാധനയാണ് ധ്യാനം. അതിന് 2 തലങ്ങളുണ്ടെന്ന് പറഞ്ഞു. ധ്യാനത്തിന് സാധനാതലമുണ്ട്, സാധ്യതലമുണ്ട്. അത് മറ്റൊരു വിഷയം. സാധനാതലത്തിൽ മാനസികമായ സാധനയാണ് ധ്യാനം. കലാഭ്യസനം എല്ലാം ഇതിനകത്ത് വരും. അപ്പോൾ സബ് കോൺഷ്യസിനെ എത്രമാത്രം പുറത്തേക്ക് എടുക്കുന്നു, ഉപബോധ മനസ്സിനെ, അബോധ മനസ്സിനെ എത്രമാത്രം പുറത്തേക്ക് എടുക്കാൻ ഒക്കുന്നു, അത്രമാത്രം നമ്മുടെ സാധ്യതകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അതിനകത്ത് പ്രാകൃത സാധ്യതകളും സംസ്കരിക്കപ്പെട്ട സാധ്യതകളും ഒക്കെ ഉണ്ട്. പ്രാകൃത സാധ്യതകളെ നമ്മൾ കളയും. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു മുമ്പ്. ജപിക്കും തോറും നമ്മളുടെ ഉപബോധ മനസ്സിലെ സാധ്യതകളാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ദേവതയിലൂടെ ഇഷ്ടദേവതയിലേക്കോ മറ്റോ ആരോപിക്കുമ്പോൾ ആ ദേവതയുടെ അനുഗ്രഹത്താലാണ് സാധ്യമായിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ പറയുമ്പോൾ ആ ദേവതയുടെ ഭാവങ്ങളിലേക്ക് നമ്മൾ താദാത്മ്യം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഉപബോധ മനസ്സിൻ്റെ ശക്തമായ പുറത്തേക്കുള്ള വരവുണ്ടാകും. ചില സമയത്ത് ഈ മലവെള്ളപ്പാച്ചിൽ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതുകൊണ്ട് ആ സമയത്ത് ജപം കുറച്ച് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. ചിലരാണ് മാനസിക വിഭ്രാന്തി പോലെ കാണിക്കാം. അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇടയ്ക്ക് 2-3 പേര് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുറേ നാളുകളായി, കൊല്ലങ്ങളായി ഞാൻ ജപിക്കുന്നതാണ്, എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന്. ജപം കൊണ്ട് മനോലയം സംഭവിക്കും, മനസ്സിലേക്കും. മനസ്സിലയിച്ച് പോകുമ്പോൾ നമ്മളൊരു കംഫർട്ട് സോണിലൂടെ പോവുക. ഒരിക്കലും നമ്മൾക്ക് ശ്രേഷ്ഠത ആഗ്രഹിക്കുന്നുവെങ്കിൽ കംഫർട്ട് സോണിലൂടെ പോകാൻ പാടില്ല. നമ്മൾക്ക് എപ്പോഴും പ്രശ്നത്തിലെ സങ്കീർണതയിലേക്ക് ചാടിക്കൊണ്ടിരിക്കണം. സങ്കീർണതയിലേക്ക് ചാടിക്കൊണ്ടിരിക്കുമ്പോഴേ നമ്മുടെ സാധ്യതകൾ വരും. അപ്പോൾ നമ്മൾക്ക് നിലവിൽ യാതൊരു വിധത്തിലുള്ള അലങ്കോലവും ഉണ്ടാകുന്നില്ല എങ്കിൽ അതൊരു വിജയമായി ചിന്തിക്കാൻ പാടില്ല. അതിനുവേണ്ടി രാവിലെയും വൈകിട്ടും നമ്മൾ ഈ മയക്കുവെടി വെച്ചുകൊണ്ടിരിക്കും. രാവിലെ ജപമാകുന്ന മയക്കുവെടി വെച്ചു, സാധകൻ്റെ അല്ലെ സാധകയുടെ മനസ്സ് ശാന്തമായി. വൈകുന്നേരം ആകുമ്പോൾ മനസ്സ് അശാന്തമാകാൻ തുടങ്ങും. വീണ്ടും ഈ മയക്കുവെടി വെച്ചു, ഈ ജപം നടത്തി, അങ്ങനെ ശാന്തമാക്കി. അപ്പോഴും നമ്മൾ ചിന്തിക്കണം, ജപം ഇല്ലെങ്കിൽ അശാന്തി ഉണ്ടാകാൻ സാധ്യതയില്ല, എങ്കിൽ ആ അശാന്തിയെ ഒന്ന് നേരിട്ടിട്ട് തന്നെ കാര്യം. അപ്പോൾ അവിടെ പ്രശ്നം സോൾവ് ആവുകയാണ്.
എന്ന് വെച്ചാൽ പിന്നെ ഈ രണ്ട് തരത്തിലാണ്. ജപിക്കുമ്പോൾ ഒന്നുകിൽ സബ് കോൺഷ്യസ് എല്ലാം കൂടെ പുറത്തേക്ക് ശക്തമായിട്ട് വരും, അല്ലെങ്കിൽ അത് അടിച്ചമർത്തപ്പെടും. ഈ പുകവലിച്ച് അല്ലെങ്കിൽ മദ്യപിച്ച് മനസ്സ് ശാന്തമാക്കി എന്ന് ചിലർ പറയുന്നത് പോലെ തന്നെയാണിത്. ഇതൊരു ലഹരിയാണ്. അപ്പോൾ മനസ്സ് ഒരുപാട് ജപിക്കുമ്പോൾ മനസ്സിനകത്തിരിക്കുന്ന, നമ്മൾ ഒരുപാട് ജപിക്കുമ്പോൾ മനസ്സിന് ഉള്ളിലിരിക്കുന്ന ഒരുപാട് കഴിവുകൾ, വാസനകൾ, സംസ്കാരങ്ങളെല്ലാം പുറത്തേക്ക് വരും. അത് നമുക്ക് ഗുണകരമായിരിക്കും. എങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് ഇതേ മനസ്സ് അമങ്ങിപ്പോവും, അമർന്നു പോവും. അവിടെ വെച്ചാണ് നമ്മൾ മറ്റ് സാധനങ്ങളെയൊക്കെ ആശ്രയിക്കേണ്ടത്. നല്ല ശ്രേഷ്ഠനായ ഒരു ഗുരു കൂടെ ഉണ്ടെങ്കിൽ അദ്ദേഹം പറയും ഈ പോക്ക് ശരിയാവില്ല, കാരണം കംഫർട്ട് സോണിലെത്തി. അപ്പോൾ എനിക്കിപ്പോൾ സ്വസ്ഥമാണല്ലോ, ഞാൻ എന്നും രാവിലെയും ജപിക്കും. ഇത് ആശ്രമങ്ങളിലും ഒക്കെ വരുന്ന ഒരു പ്രശ്നമാണ്. ഇങ്ങനെ കംഫർട്ട് സോണിലൂടെ പോകരുത്. കാരണം എന്നെങ്കിലും ഞാൻ ജപിക്കാൻ ഒക്കാതെ വന്നാൽ എങ്ങനെയായിരിക്കും? ഞാൻ എത്തിപ്പെടുന്ന സാഹചര്യം ഇതിനൊന്നും ഒക്കുന്നതല്ല. ഇതിനെല്ലാം വിരുദ്ധമായൊരു സാഹചര്യത്തിലേക്ക് ഞാൻ എത്തിപ്പെട്ടു എങ്കിൽ എൻ്റെ ജപം നടക്കുകയില്ല. അപ്പോൾ ഭഗവാനെ എനിക്ക് അങ്ങനെ വരുത്തരുതെന്ന് പ്രാർത്ഥിക്കുക, അതൊരു ഭയമാണ്. പക്ഷേ എനിക്ക് വന്നില്ല, അങ്ങനെ എനിക്ക് അതിനുള്ള അനുകൂല സാഹചര്യം വരുന്നില്ല. ഞാൻ എത്തിയിരിക്കുന്ന സാഹചര്യത്തിലുള്ളവർക്കെല്ലാം ജപം വൈരുദ്ധ്യമാണ്, വിരുദ്ധമായിട്ട് കാണുന്നവരാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സെന്ന് പറയുന്നത് എന്താണെന്ന് പോലും ചിന്തയിലെത്താത്തവരുമായിരിക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ സബ് കോൺഷ്യസ് പുറത്തേക്ക് വരും. 2 ദിവസം അടുപ്പിച്ച് ജപിച്ച് ശാന്തമായി നടക്കുന്നവർ 2 ദിവസം അടുപ്പിച്ച് ജപിച്ചില്ലെങ്കിൽ 3-ാം പക്കം മനസ്സിൽ പ്രശ്നമുണ്ടാകും. ഇതിനെ എങ്ങനെ നേരിടും? ഇതിനു വേണ്ടിയാണ് ജപിക്കുന്നതിൻ്റെ ഭയത്തെക്കുറിച്ച് ജപിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് ഭയപ്പെടുത്തുന്നതെന്നൊക്കെ പറയുന്നത്. ചിലപ്പോൾ ഈ ജന്മത്തിൽ ഭാഗ്യം കൊണ്ട് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ലാതെ ജപിച്ച് തന്നെ പോകുമായിരിക്കും. ഇതിൻ്റെ മറ്റൊരു വശം, ഈ ജപിച്ച് നമ്മൾ അടങ്ങുമ്പോൾ നമ്മൾക്ക് നിലവിൽ കുറേയേറെ സാധ്യതകൾ ജപിച്ച് അടങ്ങുന്ന സമയത്ത് വന്നുകൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ സാധ്യതകളുടെ വരവ് പുറത്തേക്കുള്ളത് നിൽക്കും. മനസ്സിനൊരു ദുഃഖം, ആകുലത, ഒരു അങ്കലാപ്പ്, ഒരു ആകാംക്ഷ, അസ്വസ്ഥത, ഇതെല്ലാം ജനിപ്പിച്ചേ വെക്കും. അതിനുവേണ്ടി നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ഇതെല്ലാം ഒന്ന് നിർത്തി വയ്ക്കാൻ പറയുമ്പോഴത്തേനും മനസ്സിന് പ്രശ്നമാകും. അപ്പോഴും നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങും. വളരണം, ഈ ജന്മത്തിൽ സൂപ്പർ കോൺഷ്യസ്നെസ്സിലേക്ക് എത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് ജപിച്ച് ഇങ്ങനെ കംഫർട്ട് സോണിലൂടെ പോകാം. അപ്പോൾ നമ്മൾക്ക് ബോധാതീതത്വത്തിലേക്ക് അല്ലെങ്കിൽ ഉയർന്ന ബോധത്തിലേക്ക്, ഇനി അത് വേണ്ട, പ്രാതിഭാസിക തലത്തിൽ വലിയൊരു ജീനിയസായി ജീവിക്കണമെങ്കിലും ഈ ദുരിതങ്ങളെ നമ്മൾ നേരിട്ടേ വെക്കൂ. അപ്പോൾ മനസ്സ് അതിൻ്റെ വിശ്വരൂപം കാണിക്കാൻ തുടങ്ങും. 2 ദിവസമൊക്കെ നമ്മൾ ജപിക്കാതിരുന്നാൽ, ജപം ശീലിച്ചവർക്ക്, അപ്പോഴതിനെ നേരിടാൻ നമ്മൾ അവിടെയാണ് ധ്യാനത്തിൻ്റെ ഒരു സഹായം വേണ്ടി വരുന്നത്. അതിനെ എരിച്ചു കളയാൻ ആ ദുഃഖത്തിൻ്റെ കൂടെ തന്നെ യാത്ര ചെയ്യുക. അപ്പോൾ ജപിച്ച് മനസ്സടങ്ങിയിരിക്കുന്ന ദിവസം ഒരു ടീച്ചറാണെന്ന് വയ്ക്കുക. അവർ അന്നത്തെ ദിവസം സ്കൂളിൽ പോയപ്പോൾ മറ്റ് ടീച്ചേഴ്സോ HMO പ്രിൻസിപ്പലോ ഒക്കെ സാധാരണ ശല്യം ചെയ്യുന്നത് അതൊന്നും അവർക്കൊരു ബാധകമായിരുന്നില്ല. പക്ഷേ ജപം നിർത്തി 2 ദിവസം നിർത്തിയിട്ട് ചെല്ലുമ്പോൾ അവരെന്തെങ്കിലും കളിയാക്കിയാൽ അത് ബാധിക്കും. അപ്പോഴിവർ പറയും, ഞാൻ ജപിക്കാതിരുന്ന ദിവസം ബാധിക്കുന്നു, ജപിച്ച ദിവസം ബാധിച്ചിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജപം എന്നുള്ളത് ഒരു മരുന്നായിട്ട്, ഒരു സംഹാരി, വേദനാ സംഹാരി പോലെ ആകുലതാ സംഹാരിയായിട്ട് കൊണ്ട് നടക്കുകയാണ്. ഇതില്ലാത്ത ദിവസം എന്തു ചെയ്യും? അപ്പോൾ വരും. ചിലപ്പോൾ നന്നായി ഇപ്പം ജപമൊക്കെ ശീലിച്ച അധ്യാപകരൊക്കെ ആയി വരുന്നവർ ചിലപ്പോൾ സ്കൂളിൽ നല്ല പെർഫോമൻസ് ആയിരിക്കും. മിക്കവർക്കും അവരുടെ സീനിയർ അധ്യാപികമാർ തന്നെ പ്രശ്നമാണ്. ഞാൻ ഒത്തിരി വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ട്. പ്രിൻസിപ്പൾ, നീ എന്തിനാടി നന്നാക്കാൻ വരുന്ന പിള്ളേരെ എന്നൊക്കെ ചോദിച്ച സംഭവങ്ങൾ വന്നിട്ടുണ്ട്. എൻ്റെ മുന്നിൽ വന്ന് കരഞ്ഞു പറഞ്ഞ സ്ത്രീകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ആത്മീയമായ വഴികളിൽ കൂടി സഞ്ചരിക്കുന്നവർ നല്ല ടീച്ചേഴ്സായിരിക്കും. അവർക്ക് ചിലപ്പോൾ അവരുടെ സീനിയർ അധ്യാപകർ തന്നെ തലവേദനയായിരുന്നിരിക്കാം. ഇതിനെയൊക്കെ നമ്മൾ അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ജപം നിർത്തിവെക്കൂ. ഈ ജപം ഇനി കുറേ നാളത്തേക്ക് വേണ്ട. ഈ ആകുലതയെ നേരിടണം. എന്നിട്ട് നിങ്ങൾ ധ്യാനം ശീലിക്കൂ. ഈ ഒരു വശം അറിയാൻ വേണ്ടിയാണ് ജപത്തിൻ്റെ മറ്റ് പലതും പറയുന്നത്. ആ ദുഃഖത്തിലൂടെ കടന്നു പോകണം. അവിടെ നമ്മൾ മായ്ക്കാൻ പാടില്ല. ഇപ്പോൾ കൂട്ടുകാർ കളിയാക്കി, നാട്ടുകാർ കളിയാക്കി, റോഡിൽ പോയപ്പോൾ ചള്ളയിൽ ചവിട്ടി വീണു, ഇങ്ങനെയുള്ള ഒരുപാട് ആക്ഷേപം വരാമല്ലോ. പറയേണ്ട പദങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത്, മോശമായിപ്പോയല്ലോ. ഒരുപാട് ഒരുങ്ങിയുള്ള ഒരു കല്യാണത്തിന് വരുന്ന ദിവസം ഞാൻ ഏറ്റവും മോശമായി പപ്പറച്ചനെ പോലെയാണല്ലോ പോയത്. ഇതെല്ലാം നമ്മളെ ദുഃഖിപ്പിക്കുന്ന വിഷയമായേക്കാം. ഇതൊക്കെ ആ ജപം മുടക്കി കഴിയുമ്പോൾ ഇതിൻ്റെ വിശ്വരൂപം, ഇത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, വലിയ കാര്യങ്ങളുണ്ട്. ഇതിനെ നേരിടാൻ ആ വിഷയത്തിൻ്റെ കൂടെ തന്നെ ധ്യാനം ചെയ്തു പോകണം.
അതെങ്ങനെ എവിടെ എത്തും? അതിനെ നോക്കിയിരിക്കുക ദുഃഖ വിഷയത്തിന്. അതിനെ മാറ്റിമറിക്കാൻ വേണ്ടി ഒരു പോയി സിനിമ കാണുകയോ പെട്ടെന്ന് കയറി ജപിച്ചടക്കാനോ ഒന്നും പാടില്ല. സിനിമ കാണുക, കുറേ പാട്ട് കേൾക്കുമോ, മനസ്സ് ശാന്തമായിട്ട് പാട്ട് കേൾക്കും, അവിടെ അതൊക്കെ മയക്കുവെടികളാണ്. ആ സമയത്ത് നമ്മൾ പാട്ട് കേൾക്കരുത്. ആ ദുഃഖം വരുത്തിയ വിന, ആ ദുഃഖത്തിന് കാരണഭൂതമായിരിക്കുന്ന വിഷയത്തിലേക്ക് നമ്മളിങ്ങനെ പോവുക. അത് തനിയെ തനിയെ പോകും, എരിഞ്ഞടങ്ങും. മനസ്സാകുന്ന കടലിലെ ഓളങ്ങൾ ഇങ്ങനെ കെട്ടടങ്ങുന്നത് നോക്കിയിരിക്കാനൊക്കെ. അതിനു വേണ്ടിയാണ് പറഞ്ഞത്. ഇതിനകത്ത് ഒത്തിരി ചോദ്യങ്ങളുണ്ട് ഈ പറഞ്ഞു പോകുന്ന പോയിന്റിൽ. അപ്പം ജപിച്ചിരിക്കുന്നവരിതാണ്. അപ്പം പിന്നെ അവർക്ക് വിശ്വാസം ആ ദേവൻ അല്ലെ ആ ദേവി നമ്മളെ അനുഗ്രഹിക്കുമെന്നും പറഞ്ഞങ്ങ് പോകും. നമ്മളിത് നിർത്തി നോക്കണം. ഞാനിത് നോക്കിയിട്ടുള്ള ആളാണ്. 19-20 വയസ്സുള്ള സമയത്തൊക്കെ ജപിച്ച് മനസ്സിറങ്ങുന്നു. എടാ ഇതെന്തിനും ഇങ്ങനെ അങ്ങ് അടങ്ങിപ്പോകുന്നേ, ശാന്തമാകുന്നു, സുഖമായിരിക്കുന്നു, ഇഷ്ടംപോലെ ജോലി ചെയ്യുന്നു, സന്തോഷം. ഇത് ഞാൻ ജപിക്കാതെ ഇരുന്നാൽ എന്താകും? അപ്പോഴത്തന്നെ ഞാൻ ലക്ഷങ്ങളോളം ജപിച്ച് കഴിഞ്ഞു, കോടികളോ ഒക്കെ ജപിച്ച് കഴിഞ്ഞു. അപ്പോഴാണ് പാടാനും ഒക്കെയുള്ള വാസനകൾ, അല്ലെങ്കിൽ സുന്ദരമായി സംസാരിക്കാൻ, ഒരു കാര്യത്തെക്കുറിച്ച് സൂക്ഷ്മമായി അപഗ്രഥിക്കാൻ, എളുപ്പം പഠിക്കാൻ എല്ലാം എനിക്ക് ശേഷി വന്നു. അവധാനതയോടെ ഓരോ വിഷയങ്ങളെ നേരിടാൻ ഉള്ള ശേഷിയെല്ലാം ജപം തന്നു. പക്ഷേ ഈ ജപം ഇങ്ങനെയാണ്. ഈ ജപം ഇല്ല, ഇതൊരു ഉപാധിയാണ്. ഈ ഉപാധി എൻ്റെ ഉള്ളിലെ അനന്തമായ സാധ്യതകളെയാണ് തരുന്നത്. ശരി, ഇപ്പം ഞാൻ ജപം നിർത്തി നോക്കിയാലോ എന്നൊരു സാഹസികത അവിടെ ഉണ്ടായി. അതിൽ നിന്നൊക്കെയാണ് പറഞ്ഞത്. നന്ദി സാർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.